ഇപ്പൊ കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ അവരുടെ ടോയ്സിലുണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ. കുട്ടികളുടെ പ്രത്യേകത എന്താ, എന്ത് ചെയ്താലും അത് വായിലിടും അല്ലേ. സ്ഥിരമായിട്ട് വീട്ടിലൊരു സ്മോക്കർ ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ സർഫസിലും കൂടെ എയറോസോൾസ് ഉണ്ടാവും. പ്രതലങ്ങളിലെല്ലാം സർഫസിലെല്ലാം സെഡിമെന്റ് ചെയ്യും. അപ്പം അവിടെയുള്ള ടേബിളില്, ചെയറില്, നിലത്ത്, തൂണുകളില് എല്ലാം അവിടെ സെഡിമെന്റ് ചെയ്യും. ഇപ്പൊ വീട്ടിലാണെങ്കിൽ കുട്ടികളുടെ ടോയ്സിലായിക്കോട്ടെ എല്ലാം സെഡിമെന്റ് ചെയ്യും. അപ്പം ഇതൊരിക്കലും നമുക്ക് കാണാനോ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് മണമോ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റോ ഒന്നുമില്ല. അത് അവിടെ ഇരിക്കും. അത് തൂത്താലും പഠിച്ചാലും അല്ലെങ്കിൽ സോപ്പിട്ട് കൈകാലൊന്നും പോകുന്ന സാധനമല്ല. ചിലപ്പം ഒരു 4 ദിവസം വരെ, ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ചിലപ്പോൾ അത് അവിടെ തന്നെ സെഡിമെന്റ് ചെയ്തിരിക്കും. ക്ലീൻ ചെയ്ത് പോകുന്നതല്ല. ശ്രദ്ധിക്കാതെ പോകുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയാവുന്നതായ ഒരു കാര്യമാണ്. MVR ക്യാൻസർ സെന്ററിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ട് സ്റ്റാഫിനെല്ലാം നടന്ന ഒരു അവയർനെസ് പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഹെഡ് ആൻഡ് നെക്ക് സർജനായ ഡോക്ടർ സുധീഷ് മനോഹരനായിരുന്നു ഈ ക്ലാസ് എടുത്തത്. ദയവായി പുകയില ഉപയോഗിക്കാത്തവർ ഇനി ഉപയോഗിക്കാതിരിക്കുക. ഇനി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക.